ഒരു വീട്ടിലെ ചാത്തൻ്റെ കല്ലേറ്. ചാത്തൻ്റെ കല്ലേറോ എന്താ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു വീട് രാത്രി ആയിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ മുകളിലേക്ക് കല്ല് കൊണ്ടെറിയുക, ഒച്ചപ്പാടുണ്ടാക്കുക, ചളി വാരിയെറിയുക, അതേപോലെ ആ വീടിൻ്റെ പരിസരത്ത് പൈപ്പ് തുറന്നിടുക. ചാത്തനോ? ചാത്തനാന്നാ പറയപ്പെടുന്നത്. അല്ലാഹു ആലം. ഒരു വീട്ടിലെ ആളുകൾ വന്ന് പറഞ്ഞതാ. സുബ്ഹാനല്ലാഹ്, കേൾക്കണോ കഥ? ഉസ്താദേ, ഞങ്ങളെ വീട്ടിലെ ചാത്തൻ പിശാചിൻ്റെ ശല്യമുണ്ട്. അതുമൂലം ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ശരി, എന്താണ് ചാത്തൻ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അല്ലെങ്കിൽ ആ പിശാച് എന്താണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അത് പറയും. ഞങ്ങൾ ആ വീട്ടിൽ താമസം തുടങ്ങിയത് മുതൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് മന്ത്രവാദികളെ കണ്ടു, പണിക്കന്മാരെ കണ്ടു, പൂജാരികളെ കണ്ടു. എല്ലാവരും പറഞ്ഞു ശരിയാണ്, പിശാചാണ്, സിഹറാണ്, ആ ഭൂമി പ്രശ്നമുണ്ട്, അതിൽ കൂടി എന്തോ ഒരു സാധനം അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഭയങ്കര പ്രശ്നമാണ് കേട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏകദേശം ഇപ്പം നിങ്ങൾ ഒരുപാട് പൈസ ഇപ്പം ഇതിന് ചിലവാക്കിയോ? ഉസ്താദേ പറയണ്ട, ഒരുപാട് പൈസ ഞങ്ങൾ ചിലവാക്കി. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് സ്വസ്ഥതയിൽ ഞങ്ങളെ കുട്ടികളെയും മക്കളെയും കൊണ്ട് അവിടെ നിൽക്കണ്ടേ? അതിന് പിശാച് പോകണ്ടേ? പോകണം, അത് പോകണം. അപ്പം ഞങ്ങൾ എങ്ങനെ കൊടുത്തു ചോദിച്ചപ്പോൾ, എന്നിട്ട് എവിടെന്നെങ്കിലും ചികിത്സ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം കിട്ടിയോ? എവിടെയൊന്നും കിട്ടിയിട്ടില്ല ഉസ്താദേ. എന്താണ് ഇപ്പോൾ ഈ ചാത്തൻ അല്ലെങ്കിൽ ഈ പിശാചി എന്താണ് ഇപ്പം നിങ്ങളെ ഉപദ്രവിച്ചു? ഏത് രീതിയിലാണ് ഇപ്പം എന്തൊക്കെ ഞങ്ങൾക്ക് ഉപദ്രവമുള്ളത്? ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥതല്ല, ഒരു സമാധാനമല്ല. എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടല്ലാത്തത്? ആ വീട് നേരെ രാത്രി ആയിക്കഴിഞ്ഞാൽ പല ഒച്ചപ്പാടും ബഹളവും, അതേപോലെ തന്നെ കല്ലെടുത്തെറിയുക, ജനലിന്, ടെറസിൻ്റെ മുകളിൽ അലക്കിയിട്ട വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോവുക. ഇങ്ങനെ ഒരു വെറൈറ്റി ശൈത്താൻ. പല ശൈത്താൻ്റെ വേർഷനും കണ്ടിരിക്കണം, പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയിപ്പോയി. ഞാൻ അവരോട് പറഞ്ഞു, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളിപ്പോൾ ഒരുപാട് ചികിത്സകൾ ചെയ്ത് ഒരുപാട് പണം കൊണ്ടുപോയി കൊടുത്തല്ലോ, പിശാചിൻ്റെ ഉപദ്രവം ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉറപ്പാണ്, പിശാചാണ് ശൈത്താൻ. പല ആളുകളും ഞങ്ങളോട് ആ ഭൂമി വിറ്റ് പോകാൻ വരെ ആവശ്യപ്പെട്ടു. കിട്ടിയ വിലക്കത് വിറ്റ് പൊയ്ക്കാളി എന്ന് പറഞ്ഞു. വീടില്ലാത്തവർക്കല്ലേ ഇപ്പം അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അല്ലേ? എവിടെന്നെങ്കിലും വന്നിട്ട് ആരെങ്കിലുമൊക്കെ പറയാം, അതാണ് വിറ്റാളി, ഇവിടുന്നാണ് പൊയ്ക്കാളി എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ലല്ലോ. സാധുക്കളെ ആശിച്ച് മോഹിച്ച് മേടിച്ചൊരു വീടാണത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പം നിങ്ങളെ തീരുമാനം എന്താ? ഇത് അവസാനമാണ് ഉസ്താദ്. യൂട്യൂബിലൂടെയും അല്ലാതെയും ഉസ്താദിൻ്റെ നിരവധി വീഡിയോ ഞങ്ങൾ കണ്ടിട്ടു. ഉസ്താദിൽ നിന്നും ഇനിയൊരു പരിഹാരം ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ആ സ്ഥലം, സ്വസ്ഥതയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടിൽ ക്യാമറ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, ക്യാമറ ഇല്ല. നിങ്ങൾ ഒരു ചികിത്സ നിങ്ങളിപ്പോൾ ചെയ്യില്ലേ, ഒരു ക്യാമറ വാങ്ങി വെക്കുക, 4 മൂലയിലും ക്യാമറ വെക്കുക, എന്നിട്ട് അവിടെ എഴുതി വെക്കും ചെയ്യാം, ക്യാമറയുണ്ട്, സൂക്ഷിക്കുക എന്ന്. അത് ചെയ്താൽ മതി. എന്നിട്ട് ശൈത്താൻ പോകുന്നുണ്ടോ നോക്കുക. ഉസ്താദെ, ക്യാമറ വെച്ചാൽ ശൈത്താൻ പോവോ? അപ്പം ഞാൻ നിങ്ങൾ കൊണ്ടുപോയി വെക്കി. ഏതായാലും ലക്ഷക്കണക്കിന് ഉറുപ്പ്യങ്ങൾ ചിലവാക്കിയില്ലേ, ഇതും കൂടിയാണ് ചിലവാക്കി. ഒരു ക്യാമറ വെക്കി നിങ്ങൾ. ചില ചെയ്ത്താന്മാർ ക്യാമറ കണ്ടാൽ പോകുമെന്ന് അറിഞ്ഞാൽ ക്യാമറ വെച്ചാൽ മതിയില്ലേ? മതി. അങ്ങനെ ആ സുഹൃത്തുക്കൾ ക്യാമറ വെക്കാൻ തീരുമാനിച്ചു. ക്യാമറ വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 2.5-3 മാസമായിപ്പത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവർ വന്നിരുന്നു ഇവിടെ. എന്താ പറഞ്ഞാൽ ഞങ്ങൾ, ഉസ്താദേ, ആ ക്യാമറ വെച്ചതിന് ശേഷം ആ പിശാച് പിന്നെ വന്നിട്ടേ ഇല്ല. ആ ശൈത്താൻ പിന്നെ വീടിന് കല്ലെറിഞ്ഞിട്ടില്ല, വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിട്ടില്ല, ചളി വാരി എറിഞ്ഞിട്ടില്ല, ഒരു അക്രമവും പിന്നെ സൃഷ്ടിച്ചിട്ടില്ല. അതെന്താണ് ഉസ്താദ്, അതിൻ്റെ ഹിക്മത്ത് എന്താണിത് സംഭവം എന്ന് ചോദിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായത് എന്താ സംഭവം എന്നുള്ളത്? പൊന്നാര മുഅ്മിനീങ്ങളെ, മനുഷ്യൻ ചെയ്യുന്നതും പിശാച് ചെയ്യുന്നതും നമുക്ക് വേഗം മനസ്സിലാവും. പിശാചിന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ വന്ന് കണ്ട് ഡ്രസ്സ് എടുത്തോണ്ട് പോവുക, ഇവിടെ വന്ന് വാതിൽ മുട്ടിയിട്ട് ചളി വാരി എറിഞ്ഞ് കല്ലെടുത്തെറിയുക,
ചികിത്സ ഒരുപാട് ചെയ്ത പിശാചാണെങ്കിൽ അത് പോകണം. അപ്പോൾ പോകേണ്ട ശൈത്താനാണെങ്കിൽ നമ്മൾ പോകണമല്ലോ. അപ്പോൾ ഇത് ശൈത്താൻ്റെ രൂപം കെട്ടുന്ന ഏതോ ഒരു മനുഷ്യൻ്റെ പണിയാണ്. ക്യാമറ കണ്ടപ്പോൾ പേടിക്കുന്നത് ശൈത്താനല്ല, ശൈത്താന് ക്യാമറയും മനുഷ്യനൊക്കെ കണക്കാ. അപ്പോൾ ഇവിടെ പേടിച്ചത് ആരാ? ശൈത്താനല്ല, മനുഷ്യനാ. അപ്പോൾ ഞാൻ അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ആളുകളും വീടിൻ്റെ ദോഷം പറഞ്ഞ് വിറ്റുപോയതാണ്. അതേ സാഹചര്യത്തിലാണ് ഇവരും നിൽക്കുന്നത്. ഇവരും ഇപ്പോൾ വീട് വിറ്റുപോയുള്ള പരിപാടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏതോ ഒരു ശത്രു അല്ലെങ്കിൽ അവിടെയുള്ള അയൽപ്പക്കത്തുള്ള ആരെങ്കിലും ചെയ്തു കൂട്ടുന്നൊരു പണിയാണ്. അസൂയ കൊണ്ട് കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായത്തരങ്ങളാണ്. വിശ്വാസം നല്ലതാണ്, പക്ഷേ അന്ധവിശ്വാസം പാടില്ല. ചില ഭൂമിപരമായിട്ട് വീടിന് ദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഭൂമിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില വീട്ടിൽ ആൾപെരുമാറ്റം കാണാറുണ്ട്. ഒരാളങ്ങോട്ട് മാറി മറിഞ്ഞ പോലെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ രാത്രി പൈപ്പ് തുറന്നിടുന്ന ശൈത്താനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഒരു ക്യാമറ വെച്ചതോടുകൂടി ഓരോ ശൈത്താൻ പോയി. നമുക്കൊക്കെ അതൊരു പാടായിക്കോട്ടെ. ഒക്കെ ശൈത്താനാണെന്ന് നിങ്ങൾ കരുതരുത്. ഇബിലീസും ശൈത്താനും സിഹറൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ കൂടി വിശ്വാസം ഒരു പരിധി വരെ നമ്മൾ കൊണ്ടെടുക്കുക. പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുക. മനസ്സിലായോ? അല്ലാതെ എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് പോയിട്ട് വീടിൻ്റെ ദോഷമാണെന്നും പറഞ്ഞ് വീടിന് ഒരുപാട് ഹോൾസ് ഇടുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ അടുത്തൊരു വീട്ടിൽ പരിപാടിക്ക് പോയി. ആ വീട്ടിൽ ഞാൻ പരിപാടിക്ക് പോയപ്പോൾ കയറി ചെല്ലുമ്പോൾ മുന്നിലൊരു ഓട്ട, കുറച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടുന്ന് വേറൊരു ഓട്ട, കുറേ അപ്പുറത്ത് തിരിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു ഓട്ട. ചുരുക്കി പറഞ്ഞാൽ ഓട്ടകളെ കൊണ്ട് 5-6 കളിയാണ് അവിടെ. അതിൻ്റെ രസം കേൾക്കണം നിങ്ങൾക്ക്. അത് പല ഓട്ടകളും പല ആൾക്കാരും ഇട്ടതാണ്. ഒരു പണിക്കർ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ഓട്ടം ഇടണം, അതിൽക്കൂടിയേ ശൈത്താൻ പോകുള്ളൂ. വേറൊരാൾ പറഞ്ഞു അത്ര ഇതിൽ കൂടി ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം, അതിൽക്കൂടി പോകണം വേറെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഭയങ്കര വീടിന് ഓട്ടിട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാർ. വിശ്വാസം വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്ധവിശ്വാസത്തിൽ വല്ലാതെ കുളിക്കരുത്. ഈ ഹോൾസ് ഇട്ടിട്ട് നിങ്ങളെ പ്രശ്നം തീർന്നോന്ന് ചോദിച്ചപ്പോൾ പ്രശ്നം തീർന്നിട്ടില്ല. പ്രശ്നം തീർന്നിട്ട് ഉസ്താദ് വരേണ്ട ആവശ്യമില്ല. എന്നോട് ഉസ്താദ് പ്രശ്നം തീർന്നിട്ടില്ല, പ്രശ്നം തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട. ആ ശരിയാണ്, പ്രശ്നം തീർന്നപ്പോൾ ഞാൻ ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. ചുരുക്കി പറഞ്ഞവിടെ എല്ലായിടത്തും ഓട്ടയാണ്. നോക്കാൻ നിങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആരും. ഞാനും ഒരു ചികിത്സ ചെയ്യുന്ന ആളാണ്. ഈ വീഡിയോ കാണുന്നവരും ചികിത്സ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വേണം, പക്ഷെ ഒരു പരിധി വിട്ടാൽ അത് എന്താവും? അന്ധവിശ്വാസമാവും. ഓവറായിട്ട് ഇത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓവറായിട്ട് ഇത് വിശ്വസിക്കുക. വീടിൻ്റെ മുറ്റത്തൊരു തേങ്ങ വീണാൽ മതി, അതെന്തോ ആണെന്ന് കരുതും. സ്ഥലം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒന്ന് നോക്കുമോ. നമ്മൾ നോക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല, കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അവരെ മനസ്സിനാണ് പ്രശ്നം. ചികിത്സിക്കേണ്ടത് അവരെ മനസ്സിനാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. ഈമാൻ പഴച്ചു പോകും. സിഹറുണ്ട്, കണ്ണേറുണ്ട്, മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുണ്ടെന്ന് കരുതി എല്ലാം അതാണെന്ന് കരുതരുത്. എല്ലാം അതാണെന്ന് കരുതരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ ക്യാമറ വെച്ചതോടുകൂടി ആ വീട്ടിലെ ശൈത്താൻ പോയി. ഇത്രയും ഓട്ടിട്ടിട്ട് ഈ വീട്ടിലെ ശൈത്താൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊക്കെ ഇടയിൽ. സൂക്ഷിക്കുക, വിശ്വസിക്കുക, അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക, ആവശ്യത്തിന് വിശ്വസിക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭാഗ്യം നൽകട്ടെ, നല്ല അഖല് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അമലും കൊണ്ട് നാളെ കാണാം.